നിർണായകമായ വിവരം വരുന്നു. ഒപ്പം തന്നെ ഇസ്ലാമാബാദിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു ഇന്ത്യ. പാകിസ്ഥാൻ എന്ത് പ്രകോപനം നടത്തിയാലും ഒടുവിൽ ഇസ്ലാമാബാദിൽ വരെ വന്ന് ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ഭീകര ക്യാമ്പുകൾ ആക്രമിക്കാൻ മാത്രം ഉദ്ദേശിച്ചു തുടങ്ങിയതാണ്. ഇന്ത്യ പാകിസ്ഥാനെതിരെ അല്ലായിരുന്നു പോരാട്ടം തുടങ്ങിയത്, ഭീകരർക്കെതിരെയായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ എല്ലാം തകർത്തെറിഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് സാധാരണക്കാരെയും സൈനികരെയും ലക്ഷ്യമിട്ട് ആക്രമണം തുടങ്ങി. അതിന് പിന്നാലെ ഇപ്പോൾ ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടി, അത് സിയാൽകോട്ടും ലാഹോറും കടന്ന് ഇസ്ലാമാബാദിൽ പാകിസ്ഥാന്റെ നെഞ്ചത്ത് കയറി അടിച്ചിരിക്കുകയാണ് ഇന്ത്യ, തലയ്ക്കടിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഇസ്ലാമാബാദ് വരെ ഇന്ത്യ എത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇങ്ങോട്ട് നടത്തിയ ആക്രമണങ്ങളെല്ലാം നിഷ്പ്രഭമാക്കുകയായിരുന്നു ഇന്ത്യ. എല്ലാം ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ തകർന്നു. ഇപ്പോൾ ഇസ്ലാമാബാദിൽ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുകയാണ്. ജയശങ്കറിന്റെ ഒരു പ്രതികരണം കൂടി വരികയാണ്. ഇന്ത്യ ഈ സിറ്റുവേഷൻ എന്താണ് എന്നത് US-ഉമായി സംസാരിച്ചിരിക്കുന്നു. അത് ഇന്ത്യയുടെ തിരിച്ചടിക്കാനുള്ള അവകാശം എന്ത് എന്നതിൽ മുൻനിർത്തി ലോകരാഷ്ട്രങ്ങളുമായി ഇന്ത്യ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു എന്ന വിവരം കൂടി പുറത്തു വരികയാണ്. ഇന്ത്യ തിരിച്ചടിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നത് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ശ്രമം വരുന്നു. അമേരിക്കയെയും യൂറോപ്യൻ യൂണിയനെയും ഒക്കെ സ്ഥിതി വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാൻ അടുത്ത മണ്ടത്തരം കാണിച്ചു. ഇന്ത്യയിൽ തുടർച്ചയായ രണ്ടാം രാത്രിയിലും മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചു. പക്ഷേ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം, ഇന്ത്യയുടെ സുസജ്ജമായ വ്യോമ പ്രതിരോധ സംവിധാനം അതിനെയെല്ലാം തകർത്ത് തരിപ്പണമാക്കി മാറ്റുകയായിരുന്നു. ഉടൻ തന്നെ ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. അത് സിയാൽകോട്ടിലും ലാഹോറിലും അതിനു പുറമെ ഇസ്ലാമാബാദിലും ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുകയാണ്. ഈ രാത്രിയിൽ തന്നെ ഇന്ത്യയുടെ തിരിച്ചടി പാക് മണ്ണിൽ കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇന്ത്യൻ മിസൈലുകളെ തടുക്കുവാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ്. ലാഹോറിൽ എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ, ഇന്ന് പുലർച്ചെ തന്നെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ തകർത്തിരുന്നു. അതിന് പിന്നാലെ ലാഹോറിൽ ഇപ്പോൾ വീണ്ടും ഇന്ത്യയുടെ ആക്രമണം നടന്നിരിക്കുകയാണ്. ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു പാകിസ്ഥാന്റെ മിസൈലുകളെ. ഇന്ത്യയുടെ S-400 തകർത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇരന്നു വാങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇന്ത്യയിൽ കനത്ത ഷെല്ലാക്രമണവും മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയ പാകിസ്ഥാന് അതേ സമയത്ത് തന്നെ ഇന്ത്യ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ലാഹോറിൽ ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണമാണ് നടന്നത് എന്ന വിവരമുണ്ട്. ഡ്രോൺ ആക്രമണമാണ് ലാഹോറിൽ നടന്നത്. വലിയ സ്ഫോടന ശബ്ദം കേട്ടു എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പുകപടലങ്ങൾ ഉയർന്നു എന്ന വിവരമുണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രോൺ ആക്രമണമാണ് എന്ന വിവരം വരുന്നു. അതേസമയം അമേരിക്ക ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന നിലയിൽ ജയശങ്കറിന്റെ ട്വീറ്റ് വരികയാണ്. ഇന്ത്യയുടെ ടാർഗറ്റഡ് ആൻഡ് മെഷേർഡ് റെസ്പോൺസിനെ അപ്രീഷിയേറ്റ് ചെയ്തു അമേരിക്ക എന്നതാണ് ജയശങ്കർ പറയുന്നത്. ലോകരാഷ്ട്രങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നു ഇന്ത്യ. എന്താണ് സിറ്റുവേഷൻ എന്നത് ലോകരാഷ്ട്രങ്ങളെ കൂടി ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതേസമയം തന്നെ പാകിസ്ഥാന് കൃത്യമായ മറുപടി നൽകുക കൂടിയാണ്. ഇസ്ലാമാബാദിലും ലാഹോറിൽ നടന്നത് ഡ്രോൺ ആക്രമണം, അതിനുശേഷം ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് ആക്രമണം. അതെ, പാകിസ്ഥാന് കൃത്യമായ മറുപടി ഇന്ത്യ കൊടുത്തിരിക്കുകയാണ്. പാകിസ്ഥാനോട് ഇന്ത്യ പറഞ്ഞതാണ്, ഈ പോരാട്ടം ഭീകരതയ്ക്കെതിരെ മാത്രമാണ്, പാക് ജനതയല്ല ഞങ്ങളുടെ ടാർഗറ്റ് എന്ന്. പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ പ്രഹരമേൽപ്പിക്കാൻ ശ്രമിച്ചു. ഇന്ത്യയിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടന്നു വന്നു. അതോടൊപ്പം ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടു. അത് പൊറുക്കുവാൻ ഇന്ത്യക്ക് കഴിയില്ല. അതിനാൽ അതേ നാണയത്തിൽ തന്നെ ഭീകരരെ നിർവീര്യമാക്കുന്നതിനൊപ്പം തന്നെ പാകിസ്ഥാൻ എങ്ങനെയാണോ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തിയത് അതേ രീതിയിൽ തന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടിക്കുകയാണ്. ലാഹോറിലും സിയാൽകോട്ടിലും രണ്ടും ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് അധിക ദൂരത്തിലല്ല, അവിടവും കടന്ന് ഇസ്ലാമാബാദ് വരെ എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ആക്രമണം. ഡ്രോൺ ആക്രമണമാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിൽ എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് അറിയാൻ ബാക്കി കിടക്കുകയാണ്. ലാഹോറിൽ ഇന്ന് രാവിലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ തകർത്തെറിഞ്ഞിരുന്നു. പാകിസ്ഥാൻ